ഹലോ ഗൈസ്, അപ്പം ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇമ്മ വീട്ടിലില്ല കേട്ടോ. അമ്മമാരുടെ വീട്ടിൽ കേക്കാണ്. അവിടെ അമ്മായി ഉണ്ടായിരുന്നില്ല, അമ്മായിട്ടും ടൂർ പോയിക്കാട്ടോ. അപ്പം അങ്ങനെ അമ്മമ്മ ഒറ്റക്കാണാണ്. അപ്പം അങ്ങനെ പോട്ടെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇമ്മ വൈകുന്നേരം വരണ്ടായിരുന്നു, പിന്നെ അമ്മക്ക് വരാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞങ്ങളും അങ്ങോട്ട് പോകണമെന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കാട്ടോ. അപ്പം മോനെ വിളിക്കാൻ വേണ്ടി പോന്നിട്ടോ. ഓന് തറവാട്ടിക്ക് പോയിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എൻ്റെ ആങ്ങളെ എനിക്ക് കുറച്ച് മീൻ കൊടുത്തിട്ടോ ഗൈസ്. അതിൻ്റെ കാര്യം കട്ടപ്പൊക്കട്ടെ, ഞാൻ മീനെ നെക്കി കൊല്ലിട്ടോ. ഇവൻ്റെ സ്വഭാവം അതാട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ ചാമ്പക്ക അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു മരത്തുമേ മുത്തപ്പാൻ്റെ മക്കൾ. അപ്പോൾ അത് ജസ്റ്റ് ഒരു 2 കേട്ടോ ബീച്ചുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരും ചെയ്തിട്ടോ. അങ്ങനെ പിന്നെ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം അതൊന്നും എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്നൊരു പോരലൊക്കെ ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റാത്തത്. പിന്നെ ഞങ്ങൾ എ സിയിലൊക്കെ കടന്നിട്ടോ ഗൈസ്. ഞാൻ അവിടെ അങ്ങനെ നിൽക്കലൊന്നുമില്ല കേട്ടോ. നല്ല എ സി റൂമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോയതാട്ടോ. അമ്മാനും ഇല്ലാത്തതുകൊണ്ട് എ സിയിലൊന്നും കിടക്കണ്ടായിരുന്നു. അപ്പം അങ്ങനെ എ സിയിലൊക്കെ കിടക്കാതെ വിചാരിച്ച് പോയതാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം വൈകുന്നേരം ആയപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കും ഇതാക്കുകയൊക്കെ ചെയ്തിട്ടാണ്. പിന്നെ അങ്ങനെ വൈകുന്നേരം ഞങ്ങളങ്ങനെ എ സിയിൽ കിടന്നുറങ്ങി ഗൈസ്. നല്ല തണുപ്പൊക്കെ ഉണ്ടായിട്ടോ ഗൈസ്. അപ്പം നല്ല അടിപൊളിയായിട്ട് വിരിച്ചതാട്ടോ ഗൈസ്. കട്ടിൽമേക്ക് എൻ്റെ മകൻ്റെ പണിയാണ്. അമ്മ കയറി കിടന്നിട്ട് കലബുലാക്കി.